വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഐക്യരാഷ്ട്ര സംഘടന എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അതിനു മുമ്പ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യത്തെ കുറിച്ച് പഠിച്ചു. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയേണ്ടായി ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കുറച്ച് ഘടകങ്ങളുണ്ട്. പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ് മുതലായവയാണ് അവ എന്ന് പറയേണ്ടായി. പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ സെക്രട്ടേറിയറ്റ് ഒഴിച്ചുള്ള ബാക്കി ഘടകങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ് പറയണത് കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് ഘടകം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ ഘടകം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പൊതുസഭ എന്ന് പറയുന്നത്. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയുടെ പോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി അഥവാ പൊതുസഭയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്ക് തന്നെയാണ് അതിന്റെയും ആസ്ഥാനം. ഇതിനെ നമ്മൾ, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി അഥവാ പൊതുസഭയെ ലോക പാർലമെന്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകമാണ് UN ജനറൽ അസംബ്ലി. കൂടാതെ UN കാര്യവിചാരസഭ എന്നറിയപ്പെടുന്നു. UN കാര്യവിചാരസഭ എന്നറിയപ്പെടുന്നു. ഇപ്പൊ ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്നു, UN കാര്യവിചാരസഭ എന്നറിയപ്പെടുന്നു, ലോകത്തിന്റെ സമ്മേളന നഗരി എന്നും അറിയപ്പെടുന്നു. എന്താ അറിയപ്പെടുന്നേ? ലോകത്തിന്റെ സമ്മേളന നഗരി എന്നും അറിയപ്പെടുന്നു. അടുത്തത് ഒരു വിശേഷണം കൂടി ഉണ്ട്, UN നിയമ നിർമ്മാണ സഭ എന്നും അറിയപ്പെടുന്നു. അപ്പൊ UN നിയമനിർമ്മാണ സഭ, ലോകത്തിന്റെ സമ്മേളന നഗരി, UN കാര്യവിചാരസഭ, ലോക പാർലമെന്റ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് UNOന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമായ ജനറൽ അസംബ്ലി അഥവാ പൊതുസഭയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, UNOന് ഇത്രയധികം ഘടകങ്ങൾ ഉള്ളതിൽ ഏറ്റവും വലിയ ഘടകം ഏതാണ്? ഏറ്റവും വലുത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, ഓഫീസിന്റെ വലിപ്പമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അംഗങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അംഗസംഖ്യ നോക്കിയിട്ടാണ്. അപ്പൊ UNOന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് പൊതുസഭയാണ്. കാരണം UNOയിലെ അംഗങ്ങളെല്ലാം തന്നെ പൊതുസഭയിലും അംഗങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. UNOയിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്നാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചേ? 193 അംഗങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചില്ലേ? ആ 193 അംഗങ്ങളും UN പൊതുസഭയില് മെമ്പേഴ്സ് ആണ് എന്നും കൂടി ഓർത്തു വെക്കുക. ഇനി ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും അംഗങ്ങളായിട്ടുള്ള സഭ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുസഭയാണ്. അതായത് ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ അംഗങ്ങളും മെമ്പേഴ്സ് ആയിട്ടുള്ള ഘടകം ഏതാണ് എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പൊ എന്താ പറയുക നമ്മള്? പൊതുസഭ. അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യമുള്ള ഏക ഘടകം ഏതാണ്? അല്ലെങ്കിൽ എന്താ പറയാ, ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഏക ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ ഏതാ പറയേണ്ടത്? പൊതുസഭ തന്നെയാണ് പറയേണ്ടത്. ഇനി പൊതുസഭയിലേക്ക് നമ്മൾ മെമ്പേഴ്സ് 193 പേരുണ്ട് പറഞ്ഞില്ലേ? ഈ 193 അംഗരാജ്യങ്ങൾക്കും പൊതുസഭയിലേക്ക് 5 പ്രതിനിധികളെ പറഞ്ഞയക്കാനായിട്ട് പറ്റും. അവിടെ ഓരോരോ സമ്മേളനം നടത്തുമ്പോ അതായത് 5 പ്രതിനിധികളെ പറഞ്ഞയക്കാൻ പറ്റും. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തില് പൊതുസഭയുടെ വാർഷിക സമ്മേളനം നടക്കും. ഓരോ വർഷവും സെപ്റ്റംബർ മാസത്തില് പൊതുസഭയുടെ വാർഷിക സമ്മേളനം നടക്കും. ഓരോ അംഗരാജ്യത്തിനും പൊതുസഭയിലേക്ക് 5 പ്രതിനിധികളെ പറഞ്ഞയക്കുകയും ചെയ്യാം. പക്ഷേ 5 പ്രതിനിധികളിൽ ഒരാൾക്ക് മാത്രമേ എന്തുള്ളൂ? വോട്ട് അവകാശമുള്ളൂ. 5 പേർക്കും കൂടി വോട്ട് ചെയ്യാൻ പറ്റില്ല. 5 പേർ 5 തരത്തിൽ വോട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഒരേ ഒരു വോട്ട് അവകാശം. അപ്പോ 5 പേര് പോകുന്നതിൽ ഒരു വ്യക്തിക്ക് മാത്രമേ വോട്ട് അവകാശത്തിനുള്ള അനുമതിയുള്ളൂ എന്ന് ഓർത്തു വെക്കണം. അങ്ങനെ നമ്മൾ UN പൊതുസഭ അല്ലെങ്കിൽ എന്താ പറയാ, ജനറൽ അസംബ്ലിയുടെ വാർഷിക സമ്മേളനം ഒക്കെ നടക്കും. അപ്പൊ പ്രമേയങ്ങളൊക്കെ അവർ പാസ്സാക്കും. ഈ പ്രമേയം അവതരിപ്പിക്കും. അത് കഴിഞ്ഞാണല്ലോ പാസ്സാവണേ. പ്രമേയം പാസ്സാവാൻ 2/3 ഭൂരിപക്ഷം വേണം. പ്രമേയം പാസ്സാവണമെങ്കിൽ 2/3 ഭൂരിപക്ഷവും വേണം. ഇനി അടുത്തത്, നമ്മള് പൊതുസഭയിലെ പല കാര്യങ്ങൾ, അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സമ്മേളിച്ച് പല തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ ചർച്ച നടത്തി പ്രമേയമൊക്കെ പാസ്സാക്കും. കൂടാതെ അവിടെ പല ഭാഷകളിൽ സംസാരിക്കാനും പറ്റും. അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഏത് ഭാഷയിലും സംസാരിക്കാവുന്ന UN ഘടകമാണ് ഏത്? UN ജനറൽ അസംബ്ലി അഥവാ പൊതുസഭ എന്നറിയപ്പെടുന്നത്. അതുപോലെ ബഡ്ജറ്റിന്റെ നിയന്ത്രണം, ബഡ്ജറ്റ് ഒക്കെ ഉണ്ടല്ലോ ഐക്യരാഷ്ട്ര സംഘടനയുടെ, അതൊക്കെ നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പൊതുസഭയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ.
ഇനി നമ്മൾ എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് വാർഷിക സമ്മേളനം നടക്കുക എന്ന് പറഞ്ഞു. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതിന്റെ സമ്മേളനം വാർഷിക സമ്മേളനമല്ല, വാർഷിക സമ്മേളനം സെപ്റ്റംബർ മാസത്തിലാണ്. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും സമ്മേളിക്കാം എന്നുള്ളതാണ്. മിനിമം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സമ്മേളനം നടത്തിക്കൊള്ളണം എന്നുള്ളതാണ്. ഇനി അങ്ങനെ പൊതുസഭയുണ്ട്. ആ പൊതുസഭയ്ക്ക് ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിന് ഹെഡായിട്ട് ഒരാൾ വേണം. അദ്ദേഹത്തിന്റെ പേര് പ്രസിഡന്റ് എന്നാണ്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആ പ്രസിഡന്റിന് ഒരു വർഷത്തെ കാലയളവാണുള്ളത്. ഒരു വർഷമാണ് UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റിനുള്ള കാലയളവ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ UN പൊതുസഭയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ ഹെൻറി സ്പാക്ക്ബെൻ ആണ്. പോൾ ഹെൻറി സ്പാക്ക്ബെൻ. പോൾ ഹെൻറി സ്പാക്ക്ബെൻ എന്ന് പറയുന്ന വ്യക്തിയാണ് UN പൊതുസഭയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വ്യക്തി. UN പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരിയാണ്. അവര് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. അപ്പൊ പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരി എന്ന് മാത്രമല്ല, പൊതുസഭയുടെ കോമൺ ആയിട്ട് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വിജയലക്ഷ്മി പണ്ഡിറ്റിനെ തന്നെ പറയും. 1953 45 ഫോം ചെയ്തു നമ്മൾ പറഞ്ഞു അല്ലെ. 1953 തന്നെ പൊതുസഭയുടെ പ്രസിഡന്റായി. അപ്പൊ പൊതുസഭ വാർഷികമായിട്ട് സമ്മേളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ രൂപം കൊണ്ട UNOന്റെ ആദ്യത്തെ പൊതുസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ജാനുവരി 10 ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ഹാളിലാണ് പൊതുസഭയുടെ ആദ്യ യോഗം ആരംഭിച്ചത്. അപ്പൊ പൊതുസഭയുടെ ആദ്യ യോഗം ആരംഭിച്ച വർഷം 1946 ജനുവരി 10 ഓർത്തു വയ്ക്കുക. ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ഹാളിലാണ് പൊതുസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നും ഓർത്തു വയ്ക്കുക. ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അതേ പൊതുസഭയുടെ സമ്മേളനത്തിൽ ഒരു ലീഡർ ഉണ്ടായിരിക്കും. ലീഡറിനെ നമ്മൾ പ്രസിഡന്റ് എന്ന് വിളിക്കുന്നു. പ്രസിഡന്റിന് ഒരു വർഷത്തെ കാലയളവാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ UN പൊതുസഭയിൽ പ്രസിഡന്റായ ആദ്യ വ്യക്തി പോൾ ഹെൻറി സ്പാക്ക്ബെൻ എന്ന് പറയുന്ന ആളാണ്. ആദ്യത്തെ ലേഡി അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ആദ്യത്തെ പാകിസ്ഥാൻകാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് സഫറുള്ള ഖാൻ ആണ്. UN പൊതുസഭയിൽ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ മുഹമ്മദ് സഫറുള്ള ഖാൻ. മുഹമ്മദ് സഫറുള്ള ഖാൻ ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയൊക്കെ വളരെ പ്രധാനപ്പെട്ട UN പൊതുസഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കൂടാതെ UN പൊതുസഭയിൽ വളരെയധികം എന്താ പറയാ പ്രശസ്തമായിട്ടുള്ള അന്താരാഷ്ട്ര പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ബാലാവകാശങ്ങളെ സംബന്ധിച്ച് ഒരു ഐക്യരാഷ്ട്ര സഭയുടെ അന്താരാഷ്ട്ര പ്രഖ്യാപനം ഉണ്ടായത് 1989 അപ്പൊ വേൾഡിൽ തന്നെ ബാല അവകാശങ്ങളെ കുറിച്ച് ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രഖ്യാപനം UN ജനറൽ അസംബ്ലിയിൽ ഉണ്ടായത് 1989 ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഉച്ചകോടിയും കൂടി വേൾഡ് സമ്മിറ്റും കൂടി വെക്കുകയുണ്ടായി. അത് 1990 ന്യൂയോർക്കിലാണ്. അപ്പൊ 1990 കുട്ടികൾക്ക് വേണ്ടി ഒരു ലോക ഉച്ചകോടി നടക്കുകയുണ്ടായി 90. അതുപോലെ അതിനു മുമ്പ് 1989 കുട്ടികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ ഒരു അന്താരാഷ്ട്ര പ്രഖ്യാപനവും UN ജനറൽ അസംബ്ലിയിൽ അല്ലെങ്കിൽ UNO നടക്കുകയുണ്ടായി എന്ന് ഓർത്തു വയ്ക്കുക. ഇനി UN ജനറൽ അസംബ്ലി കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പറയില്ലേ സ്പെഷ്യൽ മീറ്റിംഗ് അല്ലെങ്കിൽ സ്പെഷ്യൽ കോൺഫറൻസ് ഒക്കെ വിളിക്കും. അങ്ങനെ വിളിച്ച വർഷം 2002 ആണ്. UN ജനറൽ അസംബ്ലി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സമ്മേളനം എന്നാണ് വിളിച്ചു കൂട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2002 ആണെന്ന് പറയണം. ഇനി ഇത് കൂടാണ്ട് UN ജനറൽ അസംബ്ലി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി 1979 ഒരു ഐക്യരാഷ്ട്രസഭ ഒരു ഉടമ്പടി അംഗീകരിക്കുകയുണ്ടായി. അതിന്റെ പേര് സ്ത്രീ വിവേചന നിവാരണ ഉടമ്പടി എന്നാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി 1979 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടമ്പടിക്ക് വിളിക്കുന്ന പേര് സ്ത്രീ വിവേചന നിവാരണ ഉടമ്പടി. സ്ത്രീ വിവേചന നിവാരണ ഉടമ്പടി എന്നാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് UNOന്റെ സുസ്ഥിര ഗതാഗത വികസന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉപദേശകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാരാണ്? അപ്പൊ ശ്രദ്ധിക്കുക നിങ്ങള്, ഗതാഗത വികസന ഉന്നമന സമിതിയിലേക്ക് അല്ലെങ്കിൽ ഉന്നത സമിതിയിലേക്ക് ഗതാഗത വികസനാണ്. അപ്പൊ ആരായിരിക്കും? ശ്രീധരൻ ആയിരിക്കും അല്ലെ. അപ്പൊ ശ്രീധരനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് UN ജനറൽ അസംബ്ലിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള കാര്യം. UN ജനറൽ അസംബ്ലി ഏകദേശം ഭംഗിയായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമൊന്നുമല്ല, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്കറിയാം, പഠിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്ലാസ് നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുകയും നോട്ട് എഴുതി പഠിക്കുകയും ചെയ്യുക. അത് മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. കാരണം ജോലി വാങ്ങേണ്ടതും മാർക്ക് കിട്ടേണ്ടതും ജോലി വാങ്ങേണ്ടതും ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യമാണ്. അപ്പൊ വളരെ ഭംഗിയായിട്ട് ക്ലാസ് കേട്ടു പഠിക്കും. ഒന്നും നമുക്ക് കളയാനില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം
UN ആണ്, ഒരു മാർക്കല്ലേ ഉള്ളൂ, അത് പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ഭാഗത്തുനിന്നും ഓരോ മാർക്ക് പോകുമ്പോൾ നമ്മുടെ പല മാർക്കുകൾ അവിടെ പോകും. അപ്പൊ ഭംഗിയായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത രക്ഷാസമിതിയിലേക്ക് വരികയാണ്. UN രക്ഷാസമിതി നമ്മുടെ ജനറൽ അസംബ്ലി പോലെയല്ല. ജനറൽ അസംബ്ലിയിൽ എത്ര അംഗങ്ങളുണ്ട്? 193 അംഗങ്ങളുണ്ട്. പക്ഷെ രക്ഷാസമിതിയിൽ എത്ര അംഗങ്ങളേ ഉള്ളൂ? 15 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 15 അംഗങ്ങളുടെ പ്രത്യേകത എന്താ അറിയോ? 15 അംഗങ്ങളിൽ 10 അംഗങ്ങൾ അസ്ഥിര അംഗങ്ങളും 5 അംഗങ്ങൾ സ്ഥിര അംഗങ്ങളുമാണ്. അപ്പോ പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് UN, പെർമനന്റ് 5 മെമ്പേഴ്സ് ഓഫ് UN, 5 പേര് സ്ഥിരാംഗങ്ങളാണ്. UN എന്താ പറയാ രക്ഷാസമിതിയില് 5 അംഗങ്ങൾ സ്ഥിരാംഗങ്ങളാണ്. അവരെ P5 പെർമനന്റ് 5 ഓർ B5 ബി ഫോർ ബോൾ, അതായത് ബിഗ് 5 എന്ന് വിളിക്കുന്നു. അപ്പോ P5 അഥവാ പെർമനന്റ് 5 ഓർ B5 അഥവാ ബിഗ് 5 എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രാൻസ്, റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, ചൈന. ആരാണ്? ഫ്രാൻസ്, റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, ചൈന തുടങ്ങിയ 5 അംഗങ്ങളെയാണ് പെർമനന്റ് 5 മെമ്പേഴ്സ് ഓഫ് UN അല്ലെങ്കിൽ ബിഗ് 5 മെമ്പേഴ്സ് ഓഫ് UN എന്ന് വിളിക്കുന്നത്. ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും എന്താ പറയുന്നത് 5 സ്ഥിരാംഗങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 10 അസ്ഥിരാംഗങ്ങളുണ്ട്. ഈ 10 അസ്ഥിരാംഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഇവര് 2 വർഷത്തേക്ക് തെരഞ്ഞെടുക്കാണ്. അപ്പൊ 2 വർഷ കാലാവധിക്ക് തെരഞ്ഞെടുക്കും. 2 വർഷം കഴിയുമ്പോൾ ആ 10 അംഗങ്ങളും മാറും, അടുത്ത 10 അംഗങ്ങൾ വരും. അങ്ങനെ UN രക്ഷാസമിതിയിലേക്ക് താൽക്കാലിക അംഗങ്ങളെ തെരഞ്ഞെടുക്കുക ചെയ്യുക. അങ്ങനെ താൽക്കാലിക അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ഭൂഖണ്ഡങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്ന രീതിയിലാണ് താൽക്കാലിക അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 2 വർഷം പൂർത്തിയായി രാജ്യത്തിന് ഉടൻ തന്നെ വീണ്ടും, അതായത് 2001, 2, 2002, 3 അങ്ങനെ 2 വർഷത്തിൽ അവിടെ ഉണ്ടായി. അതിനുശേഷം അടുത്ത വർഷം വീണ്ടും അവർക്ക് മെമ്പർ ആവാൻ പറ്റില്ല. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം അങ്ങ് വീണ്ടും മെമ്പർ ആവാനായിട്ട് സാധിക്കുള്ളൂ എന്നും കൂടി നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ താൽക്കാലിക അംഗങ്ങൾ പൊതുസഭയിലെ 2/3 രാജ്യങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. 193 രാജ്യങ്ങളുണ്ട്. അതില് 2/3 ആൾക്കാർ പിന്തുണച്ചാൽ മാത്രമേ ഇവർക്ക് താൽക്കാലിക അംഗങ്ങളായിട്ട് ചെല്ലാനും പറ്റുള്ളൂ. പിന്നെ 2011 ഇന്ത്യ അംഗമായിരുന്നു കേട്ടോ. 11 ശേഷം വീണ്ടും 8ാമത്തെ തവണ 2021 ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ 21 തൊട്ട് 23 വരെ ഇന്ത്യ അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യ 8 തവണയാണ് തെരഞ്ഞെടുക്കപ്പെട്ട. ഏറ്റവും കൂടുതൽ തവണ തെരഞ്ഞെടുത്തിട്ടത് ജപ്പാനെയാണ് കേട്ടോ. 11 തവണ ജപ്പാൻ UN രക്ഷാസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? അസ്ഥിര അംഗമായിട്ട് ഓർക്കുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ UN എന്താ പറയുന്നത് രക്ഷാസമിതിയുടെ കാര്യങ്ങളാ പറഞ്ഞത്. രക്ഷാസമിതിയില് അംഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതില് എന്താണ് പെർമനന്റ് 5 ഉണ്ട് പ്ലസ് 10 അസ്ഥിര അംഗങ്ങളുണ്ട്. ഈ പെർമനന്റ് 5 മെമ്പേഴ്സിന്റെ പ്രത്യേകത അവർക്ക് വീറ്റോ പവർ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഈ 5 അംഗങ്ങളും ഒരേപോലെ അംഗീകരിച്ചാൽ മാത്രമേ, ഒരുപോലെ വോട്ട് ചെയ്താൽ മാത്രമേ ആ തീരുമാനം പ്രാവർത്തികമാവുള്ളൂ എന്നുള്ളതാണ്. അതിനെയാണ് അവരുടെ വീറ്റോ പവർ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും വീറ്റോ പവർ അവർ ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും വീറ്റോ പവർ ഒരു നെഗറ്റീവ് വോട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഒരാള് എതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രമേയം അവിടെ പാസ്സാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. താൽക്കാലിക അംഗങ്ങൾക്ക് വീറ്റോ അധികാരം ഇല്ലേനും. ഒരു സ്ഥിരാംഗം എതിരായി വോട്ട് ചെയ്താൽ സുരക്ഷാ സമിതിയില് ഒരു പ്രമേയവും പാസ്സാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആ വീറ്റോ പവറിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതാണ് പെർമനന്റ് 5 മെമ്പേഴ്സ് ഓഫ് UNന്റെ വളരെ ഇമ്പോർട്ടൻസ്. ഫ്രാൻസ്, റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. അപ്പൊ ഈ 5 പേർക്ക് മാത്രമല്ലേ സ്ഥിരാംഗത്വമുള്ളൂ, ഞങ്ങൾക്ക് കുറച്ച് ആൾക്കും കൂടി സ്ഥിരാംഗത്വം വേണം എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ചില രാജ്യങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ പേരാണ് G4 എന്ന് പറയുന്നത്. പലപ്പോഴും PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എന്താണ് G4? രക്ഷാസമിതി വികസിപ്പിച്ച് സ്ഥിര അംഗ പദവി നേടണം എന്ന ഉദ്ദേശത്തോടു കൂടി അതിനുവേണ്ടി ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് G4 സംഘടന. ആരൊക്കെയാണ്? ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി. ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി. ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി തുടങ്ങിയ 4 രാജ്യങ്ങളാണ് G4-ലുള്ളത്. വളരെ പ്രധാനമാണ്. രക്ഷാസമിതി വികസിപ്പിച്ച ഇവർക്കും സ്ഥിര പദവി നേടാൻ വേണ്ടി അവർ ഫോം ചെയ്തിട്ടുള്ള 4 രാഷ്ട്രങ്ങൾ ഫോം ചെയ്തിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ പേരാണ്. അപ്പോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് യുണൈറ്റിംഗ് ഫോർ കൺസെൻസസ്. എന്താണ് യുണൈറ്റിംഗ് ഫോർ കൺസെൻസസ് അല്ലെങ്കിൽ കോഫി ക്ലബ് എന്താണ്? യുണൈറ്റിംഗ് ഫോർ കൺസെൻസസിന്റെ അപരനാമമാണ് കോഫി ക്ലബ് എന്ന് പറയുന്നത്. G4 കൂട്ടായ്മയെ എതിർക്കുന്ന രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് കോഫി ക്ലബ് എന്ന് ഓർക്കുക. G4 സംഘടനയെ അല്ലെങ്കിൽ G4 കൂട്ടായ്മയെ എതിർക്കുന്ന രാഷ്ട്രങ്ങളുടെ സംഘടനയാണ്
ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഫി ക്ലബ് അഥവാ യുണൈറ്റിംഗ് ഫോർ കൺസെൻസസ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ രക്ഷാസമിതിയെ കുറിച്ചാ പറഞ്ഞല്ലേ ഇത്രയും നേരം പറഞ്ഞത്. ഇനി രക്ഷാസമിതിക്ക് രണ്ട് പ്രാധാന്യമുണ്ട്, അതായത് രണ്ട് പേരിട്ട് വിളിക്കുന്നുണ്ട്. എന്താ പേര്? അതായത് UNOന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം, UNOവിന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതിയാണ്. എൻഫോഴ്സ്മെന്റ് വിങ് ഓഫ് UN എന്നറിയപ്പെടുന്നതും രക്ഷാസമിതിയാണ്. ഒന്നും കൂടെ പറയാം നമുക്ക്. ജനറൽ അസംബ്ലിയിൽ 193 അംഗങ്ങളുണ്ട്. 193 അംഗങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ട് അല്ലെ? എല്ലാവരും കൂടിയിട്ടാണ് പ്രമേയവും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും അവതരിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ. അവിടെ എല്ലാ അംഗങ്ങൾക്കും ഒരേ ലെവലിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രക്ഷാസമിതിയിൽ അങ്ങനെയല്ല. 15 അംഗങ്ങൾ ഉണ്ടെങ്കിലും 5 അംഗങ്ങൾക്കേ വീറ്റോ പവർ ഉള്ളൂ. 2 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന 10 അസ്ഥിരാംഗങ്ങളാണ്. മൊത്തം എത്ര ആൾക്കാരുണ്ടോ അതിൽ 2/3 ഭാഗം ആൾക്കാരും അനുകൂലിച്ചാൽ മാത്രമേ അങ്ങനെ അസ്ഥിര അംഗങ്ങളായിട്ട് അവർക്ക് തെരഞ്ഞെടുക്കാൻ തന്നെ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പറയണ്ടായി. ഇനി ഞങ്ങൾക്കും സ്ഥിരാംഗങ്ങളാകണമെന്ന ഉദ്ദേശത്തോടു കൂടി G4 ഗ്രൂപ്പ് സംഘടിപ്പിച്ചു. G4 ഗ്രൂപ്പിനെ എതിർക്കുന്ന സംഘടനയാണ് കോഫി ക്ലബ് എന്നും കൂടി ഓർത്തു വെക്കുക. പെർമനന്റ് 5 മെമ്പേഴ്സ് ഓഫ് UN ഫ്രാൻസ്, റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, ചൈന തുടങ്ങിയവയാണ്. ഇനി രക്ഷാസമിതിയിലും പ്രമേയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൽ 5 അംഗരാഷ്ട്രങ്ങളും അനുകൂലിച്ചു എങ്കിലും അപ്പൊ അവര് വീറ്റോ പവർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, 5 സ്ഥിരാംഗങ്ങൾ അനുകൂലിച്ചു. പക്ഷേ എന്നാലും പ്രമേയം പാസ്സാവണമെങ്കിൽ 9 വോട്ടെങ്കിലും വേണം. അപ്പൊ ബാക്കി 10 പേരില്ലേ, അതിൽ 4 രാജ്യങ്ങളെങ്കിലും വോട്ട് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അവരുടെയെങ്കിലും വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പ്രമേയം പാസ്സാവുള്ളൂ എന്നും കൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയാണ് UN രക്ഷാസമിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് എന്താണ്? ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, സാമ്പത്തിക സാമൂഹിക സമിതി. അന്താരാഷ്ട്ര തലത്തില് സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളില് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഫോം ചെയ്തിട്ടുള്ള സമിതിക്ക് വിളിക്കുന്ന പേരാണ് സാമ്പത്തിക സാമൂഹിക സമിതി. ഈ സാമ്പത്തിക സാമൂഹിക സമിതിയിൽ 54 അംഗങ്ങളേ ഉള്ളൂ. നേരത്തെ നമ്മൾ 193 അംഗങ്ങളുടെ കാര്യം പറഞ്ഞു, അതിനുശേഷം 15 അംഗങ്ങളുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഇവിടെ പറയാണ് ഇവിടെ 54 അംഗങ്ങളാണ്. ഇവർക്ക് എന്തുണ്ട്? 3 വർഷത്തെ കാലയളവുണ്ട്. അപ്പൊ 3 വർഷം ഇവര് എന്താണ് സാമ്പത്തിക സാമൂഹിക സമിതിയിൽ അംഗങ്ങളായിട്ട് തുടരും. അത് 3 വർഷം കഴിഞ്ഞാൽ മറ്റു കുറച്ച് രാജ്യങ്ങൾ വരും. ഇനി UNOന്റെ രാഷ്ട്രീയ ഇതര സംഘടന എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. UNOന്റെ രാഷ്ട്രീയ ഇതര സംഘടന എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു. സാമ്പത്തിക സാമൂഹിക സമിതി അത്ര അധികം നമുക്ക് പഠിക്കാൻ എത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തതാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇതും വളരെ രസമാണ്, കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. അപ്പൊ ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സംഘടന ഇപ്പൊ ഇല്ല, പക്ഷെ ഫോം ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പറഞ്ഞു ഫോം ചെയ്തപ്പോ കുറേ അധികം രാജ്യങ്ങള് എന്താ പറയുന്നത്, 1-ാം ലോക മഹായുദ്ധം 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ദാരിദ്ര്യത്തിലും അല്ലെങ്കിൽ പ്രശ്നങ്ങളിലും ഒക്കെ കഴിയുന്ന കുറെ രാജ്യങ്ങൾ, ചില രാജ്യങ്ങള് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മല്ലടിക്കുന്ന രാജ്യങ്ങൾ, അങ്ങനെ കുറെ അധികം രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും വീണ്ടും ഒരു ലോക മഹായുദ്ധം ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുമാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കണേന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ രൂപീകരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ UNOന്റെ പ്രവർത്തനരഹിതമായ ഘടകമായി മാറാൻ, ട്രസ്റ്റിഷിപ്പ് മാറാൻ കാരണം എന്താ വെച്ചാ, നമ്മള് UNO രൂപീകരിച്ച് UNOന്റെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഫോം ചെയ്തപ്പോ സ്വയംഭരണ അവകാശം നേടിയിട്ടില്ലാത്ത രാജ്യങ്ങളെ അല്ലെങ്കിൽ പ്രദേശങ്ങളിലെ ജനങ്ങളെ അവരുടെ എന്താ പറയാ താല്പര്യങ്ങളെ സംരക്ഷിക്കാനായിട്ടാണ് ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ രൂപീകരിച്ചത്. അന്ന് അങ്ങനെ 11 പ്രദേശങ്ങൾ ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കീഴിലുണ്ടായിരുന്നു. അങ്ങനെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി 2 വർഷത്തിലൊരിക്കൽ സമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്യായിരുന്നു. പക്ഷേ 1994 നവംബർ 1-ന് 1994 നവംബർ 1-ന് ഇത് പ്രവർത്തനരഹിതമായി. കാരണം എല്ലാ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടി സ്വയംഭരണ അവകാശത്തോടു കൂടി പോയിപ്പോ അവസാനം ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൽ നിന്ന് വിട പറഞ്ഞത് പലാവു എന്ന് പറയുന്ന എന്താ പറയുന്നത് അംഗമാണ്, അല്ലെങ്കിൽ പലാവു എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പൊ പലാവുവിന് 94-ൽ എന്ത് കിട്ടി? സ്വാതന്ത്ര്യം കിട്ടി. അപ്പോ എന്താ പറയാ, ആ ട്രസ്റ്റ് ടെറിട്ടറി സ്വാതന്ത്ര്യം കിട്ടിപ്പോയി. UNOന്റെ അവസാനമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിപ്പോയ ട്രസ്റ്റ് ടെറിട്ടറി ആരാന്ന് ചോദിച്ചപ്പോ പലാവു ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഘടകം ഇല്ല എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഇതിന്റെ കീഴിലുണ്ടായിരുന്ന എല്ലാ അംഗരാജ്യങ്ങൾക്കും 11 ട്രസ്റ്റ് മെമ്പേഴ്സിനും സ്വാതന്ത്ര്യം കിട്ടുകയും അവർ സ്വയംഭരണ അവകാശമുള്ള രാജ്യങ്ങളായിട്ട് നിലനിൽക്കുകയും ചെയ്തു. അങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ ഉദ്ദേശം. അങ്ങനെ കൊണ്ടുവന്ന് ലാസ്റ്റ് പലാവും കൂടെ പോയിപ്പോ 94 നവംബർ 1-ഓടുകൂടി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ ആ ഘടകം
വേണ്ടാന്ന് നോക്കിയല്ല, പ്രവർത്തനരഹിതമായി. ഇനി ഒന്നും അവർക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം ആർക്കും സഹായം കൊടുക്കാൻ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ ഘടകവും കഴിഞ്ഞു. അടുത്തത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് നമ്മൾ വിളിക്കും. ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രത്യേകത, യുഎൻഒന്റെ എല്ലാ ഘടകങ്ങളുടെയും ആസ്ഥാനം എവിടെയാ? അതായത് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, അതുപോലെ തന്നെ ട്രസ്റ്റിഷിപ്പ് കൗൺസില്, ജനറൽ അസംബ്ലി, യുഎൻഒ, എല്ലാത്തിന്റെയും ആസ്ഥാനം ചോദിച്ചു, സെക്രട്ടേറിയറ്റ്, എല്ലാത്തിന്റെയും ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ന്യൂയോർക്ക് ആണ് എന്ന് പറയും. എന്നാൽ ന്യൂയോർക്കിന് പുറത്ത് ആസ്ഥാനമുള്ള യുഎൻഒന്റെ ഒരേ ഒരു ഘടകമേ ഉള്ളൂ, അത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലൻഡ്സിന്റെ ഹേഗ് ആണ്. എവിടെയാണ് ആസ്ഥാനം? ഹേഗ് ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ രാജ്യങ്ങളല്ല അംഗങ്ങളായിട്ടുള്ളത്, വ്യക്തികളാണ്. അവർ ജഡ്ജിമാരാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ 15 പേരാണ് ഉള്ളത്. അതിൽ ഒരാള് ചീഫ് ജസ്റ്റിസ് പദവിയായിരിക്കും. പക്ഷെ അവിടെ ചീഫ് ജസ്റ്റിസ് എന്നല്ല നമ്മൾ വിളിക്കണേ, അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് പ്രസിഡന്റ് എന്നാണ്. അപ്പൊ ഒരു പ്രസിഡന്റും കുറച്ച് ജഡ്ജിമാരും, 14 ജഡ്ജിമാരടക്കം 15 ആൾക്കാരാണ് എവിടെയുള്ളത്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലുള്ളത്. 1945 അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഫോം ചെയ്യണം കേട്ടോ. അംഗരാജ്യങ്ങളുടെയും പ്രത്യേക ഏജൻസികളുടെയും, പ്രത്യേക ഏജൻസി എന്നെടുത്ത് പറയാൻ കാരണം യുഎൻഒന്റെ കീഴിൽ കുറേയധികം അനുബന്ധ സംഘടനകൾ ഉണ്ട്. അപ്പോ ആ അനുബന്ധ സംഘടനകൾ, ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, WHO, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ യുനെസ്കോ, യൂണിസെഫ്, ഇതോ മാത്രം സംഘടനകളാണുള്ളത്. അപ്പൊ UN അംഗരാജ്യങ്ങൾ, 193 അംഗരാജ്യങ്ങളുടെയും യുഎൻഒയുടെ കീഴിലുള്ള ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച സംഘടനയുടെ അല്ലെങ്കിൽ ഘടകത്തിന്റെ പേരാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ക്ലിയർ ആയോ? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ 15 അംഗങ്ങളാണ്, 15 ജഡ്ജിമാരാണ്. അതിൽ 9 ജഡ്ജിമാരുണ്ടാവുമ്പോഴേ ക്വാറം തികയുള്ളൂ. അപ്പൊ മിനിമം ഒരു കാര്യം നിയമോപദേശം നൽകണമെങ്കിൽ, അങ്ങനെ കാര്യങ്ങളൊക്കെ നൽകണമെങ്കിൽ 9 പേരെങ്കിലും അവിടെ ഉണ്ടാവണം. അപ്പൊ അവിടുത്തെ ഔദ്യോഗിക ഭാഷ, ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ് കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയും ഫ്രഞ്ച് ഭാഷയൊക്കെ അവർക്ക് ഉപയോഗിക്കാം. ഇനി അങ്ങനെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ എന്താ പറയുന്നത്, ധാരാളം പ്രസിഡന്റുമാര് വരികയുണ്ടായി. പ്രസിഡന്റുമാര് വരുമ്പോൾ നമുക്കറിയാം ഇന്ത്യക്കാര് പ്രസിഡന്റ് ആയാലാണ് അതിന് പ്രാധാന്യം ഉള്ളത് അല്ലെ. അങ്ങനെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യക്കാരൻ നാഗേന്ദ്ര സിംഗ് ആണ്. ആരാണ്? നാഗേന്ദ്ര സിംഗ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യക്കാരൻ നാഗേന്ദ്ര സിംഗ് ആണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ എത്തിയത് ജസ്റ്റിസ് BN റാവു ആണ്. അപ്പൊ ജസ്റ്റിസ് BN റാവു പോയി, പക്ഷെ അവിടെ പ്രസിഡന്റ് ആയിട്ടില്ല. നാഗേന്ദ്ര സിംഗ് ആണ് പ്രസിഡന്റ് ആയിട്ടുള്ളൂ. പിന്നെ അത് കൂടാണ്ട് നാഗേന്ദ്ര സിംഗും BN റാവുവും പറഞ്ഞു. കൂടാതെ RS പതക്, ദൽവീർ ഭണ്ഡാരി, അവരൊക്കെ തന്നെ ഇവിടുന്ന് പോയിട്ടുള്ള ആൾക്കാരാണ്, ഇന്ത്യക്കാരാണ്. അപ്പൊ BN റാവു, നാഗേന്ദ്ര സിംഗ്, RS പതക്, ദൽവീർ ഭണ്ഡാരി ഒക്കെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ആളാണ്. ആദ്യമായിട്ട് പ്രസിഡന്റ് ആയിട്ടുള്ളത് നാഗേന്ദ്ര സിംഗ് ആണ്. ആദ്യമായിട്ട് അവിടെ എത്തിയ ആള് ജസ്റ്റിസ് BN റാവു ആണ്. ഇനി ICJയുടെ പ്രസിഡന്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് എന്താ പറഞ്ഞ UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വനിത, ആദ്യ ഇന്ത്യക്കാരി അല്ലെ ഒക്കെ ചോദിച്ചപ്പോ വിജയലക്ഷ്മി പണ്ഡിറ്റ് അല്ലേ പറഞ്ഞേ. അതുപോലെ ICJയുടെ പ്രസിഡന്റ് ആയ ആദ്യ വനിതയുടെ പേര് ചോദിച്ചാൽ റോസ്ലിൻ. ആരാണ്? റോസ്ലിൻ ഹിഗിൻസ് ആണ്. ബ്രിട്ടൻകാരിയായ റോസ്ലിൻ ഹിഗിൻസ് ആണ് ICJയുടെ പ്രസിഡന്റ് ആയ ആദ്യ വനിത എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോ നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദൽവീർ ഭണ്ഡാരി ഉണ്ട് കേട്ടോ. ആരുണ്ട്? ദൽവീർ ഭണ്ഡാരി. ഇനി ഒരു രാജ്യത്തിൽ നിന്ന് 2 ജഡ്ജിമാർക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഒരു രാജ്യത്തുനിന്ന് ഒരാൾക്കേ പോകാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം അടുത്ത ആള് പോവാണ്. അപ്പൊ അങ്ങനെ, അതായത് അത് അവരുടെ കാലയളവ് കഴിയുമ്പോഴാണ് എന്തുണ്ടാവണത്, അടുത്ത ആൾക്കാര് പോണത് എന്നും കൂടി ഓർത്തു വെക്കുക. അപ്പൊ കാലയളവ് എത്രയെന്നും കൂടി ഓർത്തു വെച്ചോളൂ. 9 വർഷമാണ് കേട്ടോ. 15 പേരാണ് ഉള്ളത് അല്ലെ. ആരൊക്കെയാണ്? ഒരു പ്രസിഡന്റും ബാക്കിയുള്ള ജഡ്ജിമാരും. പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഡ്ജ് തന്നെ കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന്റെ ചീഫ് ജസ്റ്റിസിന് പകരം അങ്ങനെ ഒരു പദവിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇനി വലിയൊരു ഘടകത്തെ കുറിച്ച് നമുക്ക് പഠിക്കാണ്ട്. ഏറ്റവും വലിയ ഘടകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടേറിയറ്റ് എന്താന്ന് പഠിച്ചാൽ മാത്രം പോരാ, സെക്രട്ടറി ജനറൽമാരെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ എന്താ പറയാ താല്പര്യം നമ്മൾ അറിയുന്നത് ലൈക്കിൽ കൂടെയും കമന്റിൽ കൂടെയും ഒക്കെയാണ് കേട്ടോ. ലൈക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ. തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏതൊക്കെ
ക്ലാസ്സുകൾ വേണമെന്നായിക്കോട്ടെ ഒക്കെ നിങ്ങളൊന്ന് എന്താ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യൂ. ഞാൻ എല്ലാ ദിവസവും 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.